അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗംഭീര പരിപാടി നടക്കാൻ പോവാണ്. അതെ, ആ ഗംഭീര പരിപാടി എന്ന് പറയുന്നത് പഞ്ചവാദ്യാണ്. ഹലോ, ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ച്? ഇതൊക്കെ കഷ്ടപ്പാടാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൂടെ വേറെ കലാകാരന്മാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമറമാൻ രാഹുൽ മുരളി, അവനെ ചിലരൊക്കെ രാഹുൽ മുരളി നമ്മൾ വിചാരിച്ച ആളല്ല. അപ്പോൾ രാഹുൽ മുരളി ശരിക്കും നല്ല ചെണ്ടയിൽ നല്ല സംസ്ഥാന തലത്തിൽ വന്നിട്ടുള്ള ആളാണ്, സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ്. രാഹുൽ മുരളിയുടെ ബന്ധുക്കൾ ഉണ്ട്, സുഹൃത്തുക്കളുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അതിൽ ആരാ സംസാരിക്കുക? ഒരു രണ്ടുപേരി എനിക്ക് സംസാരിക്കാൻ അറിയില്ല. മോനെ പേരെന്താ? അഭിരാം. ഏത് സ്കൂളിൽ നിന്ന് വരുന്നത്? മാണിക്യമംഗലം. ഓക്കെ, ഇവിടെ ട്രിവാൻഡ്രം ആണോ? അല്ല, എറണാകുളമാണ്. ഓക്കെ. എറണാകുളത്ത് നിന്നാണ്. അപ്പൊ ആദ്യം നിങ്ങളുടെ മത്സരം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു. അപ്പൊ നമുക്ക് കൊട്ടി കേറിയാലോ? സംസാരിക്കാം. തുടങ്ങാം. അടിപൊളിയായിരുന്നു. പക്ഷെ അല്ല, ഇനി നമുക്ക് നമ്മുടെ ആശാൻ ഇവിടെ ഒരു ചെറിയ വർക്ക് നടന്നു. ക്യാമറ ചീഫ് ഏറ്റെടുത്തു. രാഹുലിന്റെ പതുക്കെ നമ്മൾ ക്യാമറ ഊരി വാങ്ങി. എന്തിനാന്ന് വെച്ചാല് രാഹുൽ ഒരു വാദ്യ കലാകാരനാണ് അല്ലേ? അല്ല, സ്റ്റേറ്റ് മത്സരിച്ചിട്ടുണ്ടതിന് മുമ്പ് കൊട്ടാൻ പോകുന്ന ആളാണ്. എത്ര തവണ സ്റ്റേറ്റിൽ മത്സരിച്ചിട്ടുണ്ട്? ഞാൻ 2 വർഷം ഹയർ സെക്കൻഡറി +1 +2 മത്സരിച്ചിട്ടുണ്ട്. 2 വർഷം സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. തായമ്പ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. ബഹുമാനിക്കേണ്ട വ്യക്തിയാ. രാഹുലെ, ഏതായിരുന്നു ഐറ്റം? ചെണ്ട മാത്രമായിരുന്നു? അല്ല, ഈ ഐറ്റം ഉണ്ടായിരുന്നു, ചെണ്ടമേളം ഉണ്ടായിരുന്നു, തായമ്പ ഉണ്ടായിരുന്നു, എല്ലാം. തിമില കൊട്ടും. ഇപ്പൊ കൊട്ടമില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ട്, അതായത് ഷർട്ട് ഇടാതെ കൊട്ടാൻ പോയി. പക്ഷെ വേറെ ആൾ ഇത് കൊട്ടിയ വേറെ ആള് അനുകൂല ആൾ പറഞ്ഞു ഷർട്ട് ഇട്ട് കൊട്ട, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുല് ഇത്ര തട്ടിപ്പ് പരിപാടികൾ അവസാനിപ്പിക്കണം. രാഹുല് രണ്ടുപേരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രാഹുല് ഇനി 1ാം സമ്മാനം എന്നൊക്കെ പറഞ്ഞു ഞാൻ. അതെ രാഹുലേ, എല്ലാരും കൂടിയാണ്.
ലിജോ അടിപൊളി നമ്മൾ അടിപൊളി. പാപ്പനോട് പറഞ്ഞത് പാപ്പന്റെ പിള്ളേർ വന്നെന്നാണ് പറഞ്ഞത്. ദാ, പാപ്പന്റെ പിള്ളേർ ഇവിടെ ഉണ്ട്. ഇതിൽ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സാധാരണ റിപ്പോർട്ടിങ്ങിലുള്ള ആളുകൾ നമ്മൾ പറയും നമ്മളവിടെ പക്ഷെ അവിടെ അല്ല പുറകിൽ വേറെ ആളുകളുണ്ട്. അപ്പൊ അതൊരു ഇത് നമ്മളെല്ലാം വലിയ ബഹളമൊക്കെ പറയുമ്പോൾ പോലും പല ആളുകൾ ഇതിൽ സ്റ്റേറ്റിലേക്ക് വന്നവരാ പോലും ആയിരിക്കില്ല, മത്സരിച്ചവരോ പോലും ആയിരിക്കില്ല. പക്ഷെ സ്റ്റേറ്റിൽ മത്സരിച്ചു 1ാം സ്ഥാനം മേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ നമ്മുടെ പുറകിലുണ്ട്. അത് പിന്നണിയിലാണ് ഇത്ര കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇതിന് കൂടെ ഇതിലൊരു വേറൊരു ടെസ്റ്റ് കൂടെ ഉണ്ട്. അതായത് ഇദ്ദേഹം അല്ലേ പേരെന്ന് പറഞ്ഞേ അഭിരാമിന്റെ കഥ എന്ന് പറയുന്നത് അഭിരാമിന്റെ ചേട്ടൻ സംസ്ഥാന തലത്തിൽ സമ്മാനം മേടിച്ചിട്ടുള്ള ആളാണ് ഇതേ പഞ്ചവായത്തിൽ. ഇത് അഭിരാമിന്റെ തൊട്ട് മുകളിലുള്ള ചേട്ടനാണ്. ഒരു ചേട്ടൻ കൂടിയുണ്ട്. അപ്പൊ കഥ എന്താ അഭിരാമിന്റെ പേരിലെ കഥ? ചേട്ടന്റെ പേര് ശ്രീകുട്ടൻ, അനിയന്റെ പേര് അഭികുട്ടൻ, ശ്രീകുട്ടൻ, അഭിരാം. ഓക്കെ, അടിപൊളി. പരമ്പരയിലെ 3 പേരും പഞ്ചവാദ്യ പരമ്പരയാണ് ഇവരുടെ പഞ്ചവാദ്യ പരമ്പരയാണ്. അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതൊന്ന് പറയൂ. കഥയിലേക്ക് പോവാം. ചെറുപ്പം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അച്ഛനോ വല്ല കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു? അമ്മയുടെ കുടുംബത്തിലാണ്. അപ്പൊ ഞങ്ങള് ജോലി ദേവസ്വം ബോർഡിലാണ് ജോലിയൊക്കെ. അപ്പൊ ഇതേ ക്ഷേത്രകലകളുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. ആദ്യം ചേട്ടനാണോ പഠിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു തുടങ്ങി. നിങ്ങൾ വീട്ടിലെ ഈ 3 ബ്രദേഴ്സ് ഉള്ള സമയത്ത് നിങ്ങൾ ഇങ്ങനെ മേളം ഇതൊക്കെ കൊട്ടി നോക്കാറുണ്ടോ? ഞങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ പൊതുവെ സംസാരമൊക്കെ എങ്ങനെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണോ വീട്ടില്? ആണോ? സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെട്ട ഇത് ഈ പല താളങ്ങളൊക്കെ കാണുമല്ലോ, ഇതൊക്കെ കാണാൻ നേരത്ത് നിങ്ങൾ വിലയിരുത്താറുണ്ടോ? പിന്നല്ലേ അതിന്റെ ശ്രുതി പോയി നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ ഒരു ശ്രുതിയൊക്കെ തെറ്റാൻ നേരത്തൊക്കെ പറയാറുണ്ടോ? അവിടെ താളം പോയി കേട്ടോ, നീ ശ്രദ്ധിച്ചായിരുന്നു? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ഉണ്ട്. അനിയൻ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചേട്ടന്മാര് നയിച്ച പാതയിൽ തന്നെയാണ്. സമ്മാനമൊക്കെ കിട്ടിയിട്ടില്ലേ? പിന്നല്ലേ സ്റ്റേറ്റ് ലെവലിൽ തന്നെ കിട്ടി. 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അനിയനും കൊണ്ടുവരൂ. കിട്ടി അവർക്ക്. ഇന്നലെ കിട്ടിയ ഗ്രേഡ് കിട്ടി. വെരി അടിപൊളി ടീമാട്ടോ. അപ്പൊ 3 പേർക്കും നിങ്ങളെ കുടുംബത്തിലെ 3 പേരും സമ്മാനമായിട്ടാണ് വന്നേക്കണത്. പിന്നല്ലേ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അത് തന്നെ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. മോന്റെ പേര്? സേതു. അഭിരാം. 2 അഭിരാം ഉണ്ടോ ഒരു ടീമിൽ? ഓക്കെ. അമൽ, അമൽ, ആദിത്യൻ, ആദിത്യൻ, സായി ദർശൻ, സായി ദർശൻ, പ്രണവ്. ഈ 2 അഭിരാമിനപ്പോ എങ്ങനെ ഈ 2 അഭിരാമിനെ തിരിച്ചറിയാം? വിളിക്കുമ്പോ 2 പേരും വരുമോ? അങ്ങനെ ഉണ്ടോ? അതെങ്ങനെയാ? രാമു. അത് രാമു. ഇത് അഭിരാം. ഓക്കെ, ശരി.